ഹലോ അസ്സാം വലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇൻഷാ അല്ലാഹ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളെല്ലാവരെയും അല്ലാഹു തആല ജനിപ്പിച്ചൂലേ, നമ്മളെല്ലാവരും ജനിച്ചു, നമ്മൾ ഒരിക്കലും മരണപ്പെടുകയും ചെയ്യും. നമുക്ക് അല്ലാഹു തആല തന്ന ഏറ്റവും വലിയൊരു അനുഗ്രഹമാണ്, അല്ലെങ്കിൽ അല്ലാഹു തആല തന്ന ഏറ്റവും വലിയൊരു നമുക്ക് തന്ന ഒരു ഗിഫ്റ്റാണ് നമ്മളെ മുസ്ലിമായിട്ട് ജനിപ്പിച്ചു എന്നുള്ളത് തന്നെ അല്ലേ. നമ്മളെല്ലാവരെയും അല്ലാഹു തആല നല്ല രീതിയിൽ ഒരു മുസ്ലിമായിട്ട് തന്നെ സൃഷ്ടിച്ചു. നമുക്ക് ഒരുപാട് കാലം ജീവിക്കാനുള്ള സ്വാതന്ത്ര്യവും അല്ലാഹു തആല നൽകി. നമുക്കെല്ലാവർക്കും ആഹാരമുണ്ട്, നമുക്കെല്ലാവർക്കും ഒരു അന്ത്യനാളുണ്ട്. പക്ഷേ നമ്മുടെ തറവാടായിട്ടുള്ള സ്വർഗത്തിലേക്ക് നമ്മൾ കയറണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് അല്ലാഹുവാണ്. എന്നാലും നമ്മുടെ പ്രവൃത്തി അനുസരിച്ചിട്ടിരിക്കും അവൻ്റെ തീരുമാനങ്ങളെന്ന് പറയുന്നത്. നമ്മൾ നല്ല രീതിയിൽ അവൻ പറഞ്ഞതൊക്കെ കേട്ട് പ്രവർത്തിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അല്ലാഹു ഒരിക്കലും നമ്മളെ നരകത്തിന് വിട്ടുകൊടുക്കില്ല. നേരെ മറിച്ച് നമ്മൾ അവൻ പറഞ്ഞതൊക്കെ അനുസരിച്ച് അവൻ പറഞ്ഞതെല്ലാം കേട്ട് നല്ല രീതിയിൽ അല്ലാഹുവിൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ടായിട്ട് അല്ലാഹുവിലേക്ക് നന്നായി എടുത്ത് ഈ ദുനിയാവിൽ ജീവിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് സ്വർഗം അവകാശപ്പെട്ടതാണ് അല്ലേ. നമ്മൾ നരകത്തിൽ കടക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടോ? ഇല്ല അല്ലേ. മുത്തുനബി തങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? തൻ്റെ ഉമ്മത്തീങ്ങൾ എല്ലാവരും സ്വർഗത്തിൽ കടക്കണമെന്നാണ് മുത്തുനബി തങ്ങൾ ആഗ്രഹിക്കുന്നത്. അല്ലാഹു ആഗ്രഹിക്കുന്നുണ്ടോ? ഒരിക്കലുമില്ല. തൻ്റെ അടിമകളൊക്കെ എങ്ങനെയൊക്കെ സ്വർഗത്തിൽ കടത്താൻ പറ്റുമോ? എത്ര കാരുണ്യവാനാണ് പഠിച്ചവനെന്ന് അറിയാം നിങ്ങൾക്ക്. എങ്ങനെയൊക്കെ അവന് നമ്മളെ സ്വർഗത്തിൽ കടത്താൻ പറ്റുമോ അങ്ങനെയൊക്കെ അവൻ കടത്തും. ഒരിക്കലും ഒരു നായക്ക് വെള്ളം നൽകിയതിൻ്റെ പേരിൽ മാത്രമായിട്ട് ഒരാൾക്ക് സ്വർഗം കൊടുത്തവനാണ് അല്ലാഹു തആല. വഴിയിൽ കിടന്നൊരു തടസ്സം നീക്കിയതിൻ്റെ പേരിൽ മാത്രമായിട്ട് ഒരാൾക്ക് സ്വർഗം കൊടുത്ത ആളാണ് അല്ലാഹു തആല. അത്രയും കാരുണ്യവാനായ അല്ലാഹു തആല ഒരു തക്കം കിട്ടിയാൽ, ഒരവസരം കിട്ടിയാൽ, നമ്മളൊരു ചെറിയ നന്മ കണ്ടാൽ നമുക്ക് സ്വർഗം തരും. അപ്പോൾ നമുക്ക് ചുറ്റുമുള്ള അല്ലാഹുവും നബിയും നമ്മുടെ ഉപ്പയും ഉമ്മയും നമ്മളും ആരും നമ്മൾ നരകത്തിൽ കിടക്കണമെന്ന് ആഗ്രഹിക്കുന്നില്ല. നമ്മളിപ്പോൾ എത്ര തെറ്റ് ചെയ്ത് കൂട്ടുന്ന ഒരാളാണെങ്കിൽ പോലും ഞാൻ നരകത്തിൽ കടന്നോട്ടെ, എനിക്ക് നരകത്തിൽ കിടക്കാനുള്ള ആഗ്രഹമെന്ന് നമ്മൾ ആരും പറയുന്നില്ല. നമുക്കെല്ലാവരുടെയും ആഗ്രഹം നമ്മൾ എത്ര തെറ്റ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ പോലും സ്വർഗത്തിൽ കിടക്കണം എന്നുള്ളതാണ്. നമ്മൾ നരകത്തിൽ കിടക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളുണ്ട്, ഒരു വ്യക്തിയുണ്ട്. ആരാ അറിയും നിങ്ങൾക്ക്? നമുക്ക് എല്ലാവർക്കും അറിയാമല്ലേ, പിശാച് എന്ന് പറയുന്ന ആൾ. പിശാചാണ് നമ്മളെ ഏറ്റവും കൂടുതൽ വഴിപിഴപ്പിക്കുന്ന ആളല്ലേ. ചിലപ്പോൾ നമ്മുടേതായിട്ടുള്ള അശ്രദ്ധകളൊക്കെ ഉണ്ടാകാം. നമ്മൾ ചിലപ്പോൾ നല്ല രീതിയിൽ നിസ്കരിക്കണമെന്നൊക്കെ ആഗ്രഹിക്കും, ചിലപ്പോൾ ഓതുവൊക്കെ എടുത്ത് വരും. പക്ഷേങ്കിലും പിശാച് എന്തിനാപ്പം നിസ്കരിക്കുന്നത്, വെറുതെ സമയം മെനക്കെടുത്താനായിട്ട്. അല്ലെങ്കിൽ നാളെ മുതൽ രാവിലെ മുതൽ തന്നെ സ്റ്റാർട്ട് ചെയ്യാം, സുബിഹ മുതൽ നാളെ അങ്ങോട്ട് ഫ്രഷ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാം, ഇന്നിപ്പോൾ ലുഹറായില്ലേ എന്നൊക്കെ വിചാരിച്ച് പിശാച് നമ്മളിങ്ങനെ മനസ്സിലിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പം നമ്മളെന്ത് ചെയ്യും? അതിനനുസരിച്ചിട്ടുള്ളൂ. നമുക്കെന്ത് ചെയ്യും? നമുക്ക് പിന്നെ അതൊന്നും വേണ്ട. ഓക്കെ, നമുക്കിപ്പോൾ ഒരു നേരം നിസ്കരിച്ചില്ലെങ്കിലും ഇപ്പം നമുക്ക് പ്രശ്നമൊന്നുമില്ല, അത് അന്ത്യനാളിലാണ്, അതാരും ചിന്തിക്കുന്നില്ല എന്ന് മാത്രം. അപ്പോൾ പിശാചിൻ്റെ ഈ ഒരു ഇത് മാറ്റാൻ വേണ്ടിയിട്ട്, അല്ലാഹുവിലേക്ക് ഏറ്റവും നന്നായിട്ട് അടുക്കാൻ വേണ്ടിയിട്ട്, അല്ലാഹുവിൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ടാകാൻ വേണ്ടിയിട്ട്, ദുശീലങ്ങളെല്ലാം മാറാൻ വേണ്ടിയിട്ട് അല്ലാഹുവിലേക്ക് ഏറ്റവും നന്നായിട്ട് അടുത്ത് മരിക്കുന്നതിന് മുമ്പ് അല്ലാഹു തആല തൃപ്തിപ്പെടുന്ന രീതിയിൽ ജീവിച്ച് മരണപ്പെട്ട് സ്വർഗത്തിലേക്കുള്ള ഒരാളായിട്ട് നമ്മൾ സ്വർഗത്തിൽ കിടക്കുന്ന സമയത്ത് സ്വർഗത്തിലെ കാരണവരായിട്ടുള്ള പടച്ചോനോട് നമുക്ക് മുൻപരിചയം ഉണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് നമ്മൾ ടെൻഷൻ അടിക്കുന്നത്? അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കൊരു മുൻപരിചയം ഉണ്ടാക്കി വെക്കണം അല്ലേ പടച്ചോനോടായിട്ട്. നല്ലൊരു ബെസ്റ്റ് ഫ്രണ്ട്ഷിപ്പിനെ നമുക്ക് ഉണ്ടാക്കിയെടുക്കണം. എങ്ങനെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുക? നമുക്ക് നിസ്കരിക്കാൻ മടിയുണ്ടെങ്കിൽ, മറ്റു വിഭാഗങ്ങൾ ചെയ്യാൻ മടിയുണ്ടെങ്കിൽ, ദുസ്വഭാവങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ ആരുടെയെങ്കിലും മനസ്സിൽ നിങ്ങൾക്ക് നന്നാവണം എന്ന് ആഗ്രഹം തോന്നിയിട്ടുണ്ടോ? ഉണ്ടാകും. അതുകൊണ്ടാണല്ലോ ഇപ്പോൾ ഒരു വീഡിയോ കണ്ടത്. നമുക്ക് എല്ലാവർക്കും നന്നാവണം തോന്നിയിട്ടുണ്ടെങ്കിൽ അത് തന്നെ വലിയൊരു കാര്യമാണ് കേട്ടോ, അത് തന്നെ വലിയൊരു കാര്യമാണ്. അപ്പം നമുക്ക് അല്ലാഹു എത്രയോ അവസരങ്ങൾ തന്നിട്ടുണ്ട്. അപ്പോൾ എത്രയോ നമുക്ക് അല്ലാഹു ഇങ്ങനെ നന്നാവാൻ വേണ്ടിയിട്ട് ഓരോരോ വഴികളെ തുറന്ന് കാണിച്ച് തരും നമുക്ക്. ചിലപ്പോൾ അതായിരിക്കും നമ്മുടെ ലൈഫിലെ ടേണിംഗ് പോയിൻ്റ് എന്ന് പറയുന്നത്. നല്ലൊരു മനുഷ്യനാകാനുള്ളൊരു ടേണിംഗ് പോയിൻ്റ് ആയിരിക്കും ഈ ഒരു വീഡിയോ കാണുന്ന ഭൂരിഭാഗം ആളുകൾക്കും ഇതെന്ന് പറയുന്നത്. നിങ്ങളുടെ കയ്യിൽ നമ്മൾ എത്രയോ കാശ് അനാവശ്യമായിട്ട് ചിലവാക്കുന്നു, എത്രയോ കാശ് അതിനും ഇതിനായിട്ട് ചിലവാക്കുന്നു. ഞാൻ പറയട്ടെ, ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ ചിലവാക്കില്ല കാശ് നിങ്ങൾക്ക് ഒരിക്കലും വെറുതെ ആവില്ല കേട്ടോ. നന്ദിയേ ഉണ്ടാവുള്ളൂ, കടപ്പാടേ ഉണ്ടാവുള്ളൂ, നിങ്ങൾക്ക് ഒരിക്കലും വെറുതെ ആവില്ല. സത്യമാണ് പറയുന്നത്. ഒരു 700 രൂപ നിങ്ങളുടെ കയ്യിൽ എടുക്കാനുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളും അല്ലാഹും തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പ് നമുക്ക് സെറ്റാക്കാടോ. ഞാനും അല്ലാഹും തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പ് എനിക്കും സെറ്റാക്കണം. ഞാൻ സെറ്റാക്കിക്കൊണ്ടേ ഇരിക്കുകയാണ്. അതുപോലെ തന്നെ നിങ്ങളും അല്ലാഹും തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പ് നിങ്ങൾക്ക് ആഗ്രഹമുണ്ട്. അല്ലാഹു തആല എപ്പോഴും റെഡിയാണ്. അല്ലാഹു തആല ആളുകൾ നന്നാവാൻ വേണ്ടി, അല്ലെങ്കിൽ ആളുകൾ അല്ലാഹുവിലേക്ക് അടുക്കാൻ വേണ്ടിയിട്ട്, ആളുകൾ എത്ര തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും ഒരു തൗബ ചെയ്താൽ മതി അല്ലാഹു തആല ഒക്കെ പുറത്തു തരാൻ വേണ്ടിയിട്ട്. നമുക്ക് നല്ല രീതിയിൽ തൗബയൊക്കെ ചെയ്ത് അല്ലാഹുവിലേക്ക് ഏറ്റവും നന്നായിട്ട് അടുത്ത് അല്ലാഹുവിൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ടായിട്ട് മാറാം.
അതും നിങ്ങളുടെ ഫ്രീ ടൈം ഉപയോഗപ്പെടുത്തിയിട്ട്. നിങ്ങൾക്ക് സമയമില്ല എന്ന് പറഞ്ഞ് പ്രശ്നമുള്ള ഒരുപാട് ആൾക്കാരുണ്ടാകും. ജോലിയുണ്ട്, അതുണ്ട്, ഇതുണ്ട്, എനിക്ക് എവിടെ ക്ലാസ് കേൾക്കാനൊക്കെ സമയം. അങ്ങനെയൊന്നുമില്ല കേട്ടോ. എപ്പോഴാണോ നിങ്ങൾക്കൊരു ദിവസം ഫ്രീ ആകുന്നത്, ഒരു 10 മിനിറ്റ് അത്രയും മതി. അത്രയും ഒരു ദിവസം അതിന് വേണ്ടിയിട്ട് മാറ്റി വെച്ചാൽ മതി. പിന്നെ നമ്മൾ പറയുന്ന കാര്യങ്ങളൊക്കെ ചെറുതായിട്ടൊക്കെ ചെയ്തും കേട്ടും കഴിഞ്ഞാൽ ഒക്കെ സെറ്റാവടോ. അപ്പോൾ ഇങ്ങനെ ക്ലാസ്സിലൊക്കെ ചേരില്ലേ, ഒരു 700 രൂപ എടുക്കാൻ വേണം. അതുപോലെ തന്നെ നല്ലൊരു മനസ്സും വേണം. അള്ളാഹുവിലേക്ക് നല്ലൊരു മനസ്സ് വേണം. അള്ളാഹുവിലേക്ക് ഏറ്റവും നന്നായിട്ട് അടുക്കണം എന്നൊരു മനസ്സ് വേണം. അങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് നിങ്ങളെ ഞാൻ ശരിയാക്കിയെടുക്കാം. ഞാൻ മാത്രം വിചാരിച്ചാൽ ഒന്നും നടക്കൂല. ഞാനും വിചാരിക്കണം, പിന്നെ പടച്ചോൻ എന്തായാലും വിചാരിച്ചു കഴിഞ്ഞു. കാരണം ഒരാൾക്ക് നന്നാവണമെന്ന് നല്ല ആഗ്രഹമുണ്ട്, അള്ളാഹുവിലേക്ക് അടുക്കണം നല്ല ആഗ്രഹമുണ്ട്. പടച്ചോൻ വെറുതെ ഇരിക്കുമോ? പടച്ചോൻ എത്രയാ സന്തോഷം തരാം നിങ്ങൾക്ക്. അതുപോലെ തന്നെ നമ്മുടെ ഇടവും വലിയിരിക്കുന്ന മലക്കുകൾക്കൊക്കെ. അതുപോലെ തന്നെ നിങ്ങൾക്കും എത്രയോ ആഗ്രഹമുണ്ട്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. 20 ദിവസത്തെ ക്ലാസ്സാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. 20 ദിവസം കൊണ്ട് തന്നെ അള്ളാഹുവിലേക്ക് ഏറ്റവും നന്നായിട്ട് അടുക്കാൻ, അള്ളാഹുവിൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ആവാൻ നിങ്ങളുടെ ഫ്രീ ടൈം മാത്രം ഉപയോഗപ്പെടുത്തിയിട്ട് നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഒരുപാട് ആളുകൾ അങ്ങനെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവരൊക്കെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വീഡിയോൻ്റെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാനൊരു വാട്സപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൻ്റെ ലിങ്ക് കൊടുത്തിട്ട് കേട്ടോ. നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ നമ്പർ വേറെ ആർക്കും കാണാൻ പറ്റില്ല, അഡ്മിന് മാത്രമേ കാണാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ അംഗമാവുക. അപ്പോൾ നിങ്ങൾക്ക് ഓരോരുത്തർക്കും പേഴ്സണലായിട്ട് വിളിക്കുന്നതാണ്. ഇപ്പോൾ വിളിച്ചു കഴിഞ്ഞാൽ കോൾ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. കാരണം ഒരുപാട് ആൾക്കാരുടെ വിളിച്ച കോൾ അറ്റൻഡ് ചെയ്യത്തുമില്ല, മെസ്സേജ് അയച്ചാൽ റിപ്ലൈ തരില്ല. ഭയങ്കര ചടപ്പാണ് കേസ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, കോൾ ചെയ്ത് കഴിഞ്ഞാൽ അറ്റൻഡ് ചെയ്യുക. അത്രയും ബിസി ആണെങ്കിൽ മാത്രം നമ്മൾ അറ്റൻഡ് ചെയ്യാതിരിക്കുക. പിന്നെ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ റിപ്ലൈ തരാനും ശ്രദ്ധിക്കുക കേട്ടോ. ഇൻഷാ അല്ലാഹ് നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും.